മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 42-ാമത്തെ വാക്യം മുതൽ 16-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ശബത്ത് കഴിഞ്ഞ ശേഷം മതി. യേശു കർത്താവിൻ്റെ ക്രൂശീകരണ ശേഷം സംഭവിച്ച ചില കാര്യങ്ങളാണ് ഈ രണ്ട് വേദഭാഗങ്ങളായിട്ട് നമ്മൾ വായിച്ചു കേട്ടത്. കർത്താവിൻ്റെ മരണം നടന്നു കഴിഞ്ഞ ഉടൻ ശബത്ത് ആരംഭിക്കുകയായിരുന്നു. ആ ശബത്തെന്ന് പറയുന്നത് വലിയ ശബത്തായിരുന്നു. അതൊരു പ്രത്യേകമായിട്ട് അറിയപ്പെടുന്നൊരു ശബത്താണെന്ന്, വലിയ ശബത്ത്, ഹൈ സബത്ത് എന്നറിയപ്പെടുന്ന ഒരു ശബത്താണ് അതെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നു. അപ്പോൾ അത് ആ വലിയ ശബത്തെന്ന് പറയുന്നത് ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ഉത്സവത്തോട് ചേർന്ന് ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ പറയുന്നത് പോലെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം തുടങ്ങുന്ന ദിവസം ശബത്താണ്, അത് അവസാനിക്കുന്ന ദിവസവും ശബത്താണ്. അപ്പോൾ അത് തുടങ്ങുന്നത് ആ മാസം ഏത് ദിവസത്തിൽ തുടങ്ങുന്നോ അന്നാണ് ആ ശബത്ത് തുടങ്ങുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇതിങ്ങനെ റൗണ്ട് എത്തി വരുന്ന സമയത്ത് ശനിയാഴ്ച സാധാരണ ശബത്താണ്, പക്ഷേ വെള്ളിയാഴ്ച ഈ ഉത്സവത്തിൻ്റെ ശബത്തും ചിലപ്പോൾ വന്നു ചേരാറുണ്ട്. അപ്പം 2 ദിവസം ഒരുമിച്ച് ശബത്ത് വരുന്നൊരു സാഹചര്യത്തെ വലിയ ശബത്ത് എന്ന് അവർ വിളിക്കാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് യേശുവിനെ ക്രൂശിച്ചത് വെള്ളിയാഴ്ചയല്ല വ്യാഴാഴ്ചയായിരിക്കാം എന്ന് നാം മനസ്സിലാക്കേണ്ടിയ സാഹചര്യം. അപ്പോൾ വെള്ളി, ശനി, ഞായർ, അപ്പം അങ്ങനെ വ്യാഴാഴ്ച കർത്താവ് ക്രൂശിക്കപ്പെടുന്നു. 3 ദിവസങ്ങൾക്ക് ശേഷം കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നു. അല്ലാതെ വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ടാൽ ഒരു പക്ഷേ 3 എന്ന് പറയുന്നതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമല്ലോ. എന്താണെങ്കിലും വലിയ ശബത്ത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ യേശുവിൻ്റെ മരണം കഴിഞ്ഞ ഉടൻ ഇതുവരെ പുറത്ത് വെളിപ്പെട്ടിട്ടില്ലാത്തൊരു ശിഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേരാണ് അരിമത്തിയിലെ, അപ്പം അവിടെ എഴുതി വച്ചിരിക്കുന്ന 43-ാമത്തെ വാക്യം, ശ്രേഷ്ഠമന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരിമത്തിയിലെ യോസേഫ് വന്ന് ധൈര്യത്തോടെ പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്നു. പരസ്യമായി കർത്താവിൻ്റെ പുറകെ പോവുകയും കർത്താവിൻ്റെ ശിഷ്യനായി മുന്നിൽ നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടില്ലാത്ത ഒരാൾ മരണശേഷം ഭയങ്കരമായിട്ട് ഉണർന്ന് പ്രവർത്തിച്ചു. അതായത് മരണശേഷം ഉണർന്ന് പ്രവർത്തിച്ച ഒരു ശിഷ്യൻ. അദ്ദേഹം ചെയ്തത് വളരെ ശ്രേഷ്ഠമായൊരു കാര്യമാണ്. ചെറിയ കാര്യമല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ചെയ്തത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നത്
ലൂക്കോസ് 23:50 മുതൽ 56 വരെയുള്ള വാക്യങ്ങളിൽ പാറയിൽ വെട്ടിയെടുത്തതും ഒരാളെയും വെച്ചിട്ടില്ലാത്തതുമായ കല്ലറയിലാണ് യേശുവിനെ വെച്ചത്. മത്തായി 27:57 മുതൽ 61 വരെയുള്ള വാക്യങ്ങളിൽ ജോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തു, ശീലയിൽ പൊതിഞ്ഞു, എന്നിട്ട് തനിക്കു വേണ്ടി വെട്ടിയുണ്ടാക്കിയിരുന്ന കല്ലറയിൽ വെച്ചു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ വളരെ ധനാഢ്യരായ ആളുകൾ, സമൂഹത്തിൽ വളരെ സ്ഥാനമുള്ള ആളുകൾ, അവർക്ക് മാത്രമേ ഒരു കല്ലറ വെട്ടിയുണ്ടാക്കാനൊക്കെ പറ്റത്തുള്ളൂ. പാറ തുരന്ന് ഗുഹ പോലെ ഉണ്ടാക്കി 1-2 മുറികൾ ഒരു പാറയ്ക്കകത്ത് തുരന്നെടുത്ത് പണിതാൽ എങ്ങനെ ഇരിക്കും? അത്രയും വലുതാണ് കല്ലറ. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലം സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട കാര്യമല്ല. ഈ മനുഷ്യൻ വളരെ പ്രശസ്തനായതുകൊണ്ടും പണമുള്ളയാളും പ്രതാപമുള്ളയാളും സ്വാധീനതയുള്ള ആളും ശ്രേഷ്ഠ മന്ത്രി എന്നൊക്കെ എഴുതിയിരിക്കുന്നത്, അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് തനിക്കു വേണ്ടി, താൻ മരിക്കുമ്പോൾ തന്നെ അടക്കം ചെയ്യേണ്ടതിന് വേണ്ടി സ്വന്തമായിട്ട് വെട്ടിയുണ്ടാക്കിയ കല്ലറയാണ് യേശുവിന് വേണ്ടി ആ മനുഷ്യൻ കൊടുത്തത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശുവിന് കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം. ഹല്ലേലൂയ. ആയിരക്കണക്കിന് പേർക്ക് ഭക്ഷണം കഴിക്കാൻ മുഖാന്തരമായത് ആ ബാലകന്റെ കയ്യിലുണ്ടായിരുന്ന അപ്പവും മീനും അവൻ നൽകിയത് കൊണ്ടാണ്. സ്തോത്രം. സാധാരണ കുഞ്ഞുങ്ങളൊന്നും അങ്ങനെ കൊടുക്കുന്നത് നമ്മൾ കാണാറില്ല. അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് അവർ കരയത്തേ ഉള്ളൂ. അവർക്ക് വേണം വേണമെന്നുള്ള പിടിവാശിയുള്ള ആളുകളാണ് കുഞ്ഞുങ്ങൾ. പക്ഷെ ഇവിടെ ഒരു ബാലകൻ അവനുള്ളത് നൽകാൻ തയ്യാറായപ്പോൾ കർത്താവ് അതിനെ ഉപയോഗിച്ച് അനവധി പേർക്ക് അതൊരു അനുഗ്രഹമാക്കി മാറ്റി. അരിമത്തിയിലെ യോസേഫ് തനിക്കുള്ള ബെസ്റ്റ് യേശുവിന് വേണ്ടി നൽകിയതുപോലെ ഇന്നിവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് കർത്താവിന് കൊടുക്കാൻ കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആ സുഹൃത്ത്, നിങ്ങളോട് ഏറ്റവും അടുത്തിടപഴകുന്ന ആ കൂട്ടുകാരൻ ഇല്ലെങ്കിൽ ആ കൂട്ടുകാരി ഇന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ ആ വ്യക്തി എവിടെ പോകും? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടില്ലാത്ത ആളാണ് നിങ്ങളുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടെങ്കിൽ ആ വ്യക്തി നരകത്തിൽ പോകും. നരകത്തിൽ ചെന്നതിന് ശേഷം ആ വ്യക്തി നിങ്ങൾക്കൊരു കത്തെഴുതുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അതിങ്ങനെയായിരിക്കും, എടാ ഞാൻ മരിച്ചു, ഞാൻ മരിച്ചപ്പോൾ വിചാരിച്ചു അതോടെ എല്ലാം തീരുകയാണെന്ന്. പക്ഷേ എടാ അങ്ങനെയല്ല, എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ആത്മാവ് വേർപെടുന്നത് എനിക്ക് തന്നെ കാണാൻ പറ്റി. ഇത് കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒരു എക്സിസ്റ്റൻസ് ആണ്, ഒരു ദേഹമാണ്, ആത്മശരീരമാണെന്നേ ഉള്ളൂ. നമുക്ക് ഓർമ്മയുണ്ടോ? നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പെട്ടെന്നൊരു മാലാഖ വന്ന് എന്നെ എടുത്തുകൊണ്ട് പോയി. എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ചിറകൊക്കെ ഉള്ളൊരു ജീവിയാണ്. എന്നെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ചെന്നവ പറഞ്ഞു, ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടെ നിന്റെ പേരുണ്ടോ എന്ന് നോക്കണം. ഒരു തടിയൻ പുസ്തകം അവിടെ വെച്ചിട്ടുണ്ട്. ആ പുസ്തകം തുറന്നു, ഇങ്ങനെ പേജുകൾ ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിന്റെ പേര് അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ആ ഏഞ്ചലിനോട് ഞാൻ ചോദിച്ചു, ഇവിടെ എങ്ങനെ പേര് വരിക? അപ്പോൾ ആ ഏഞ്ചൽ പറഞ്ഞു, യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും വിശുദ്ധിയോടെ ജീവിക്കുകയും ചെയ്യുന്നവരുടെ പേരാണ് ഈ ജീവപുസ്തകത്തിൽ എഴുതുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇനി തപ്പണ്ട, ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ പേരവിടെ ഇല്ല. അപ്പോഴേക്കും ആ പേജ് മുഴുവനും മറിച്ചു കഴിഞ്ഞു. എൻ്റെ പേരവിടെ കാണുന്നില്ല. അടുത്തത് ആ ദൂതൻ എന്നെ വിട്ടിട്ടൊരു പോക്കാണ്. അത് കഴിഞ്ഞിതാ ചങ്ങലയുമായിട്ട് പിശാചിൻ്റെ ദൂതന്മാർ വരുന്നു. എനിക്കവരെ കണ്ടിട്ട് ഭയമാകുന്നു. അവരെന്നെ പിടിച്ചു കെട്ടുന്നു, അവരെന്നെ വലിച്ചഴയ്ക്കുന്നു. അവരെന്നെ വലിച്ചഴച്ചു കൊണ്ടുപോകുന്നത് ഭീകരമായൊരു നരകത്തിലോട്ടാണ്. അവിടെ തീ കത്തുന്നുണ്ട്, അവിടെ ഗന്ധകമുണ്ട്, അവിടെ പീഡനമാണ്, അവിടെ നിലവിളിയും കരച്ചിലും പല്ലുകടിയും കേൾക്കാം. എനിക്കങ്ങോട്ട് പോകണ്ട. അവരെന്നെ വലിച്ചഴയ്ക്കുന്നു. എനിക്ക് ഭയമാണ്, എനിക്ക് ഭീതിയാണ്, നിരാശയാണ്.
എന്നിട്ട് പറയുക, എങ്കിലും നീ എൻ്റെ സുഹൃത്തായിരുന്നു എന്ന് അവകാശപ്പെട്ടപ്പോഴാ നീ എന്നെ സ്നേഹിച്ചിട്ടില്ലല്ലോ. നിനക്ക് എന്നോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഈ വലിയ കാര്യത്തെക്കുറിച്ച് നീ എന്നോട് മറച്ചു വെക്കില്ലായിരുന്നു. ലോകത്തിലുള്ള സകല സബ്ജക്റ്റുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചില്ലേ? ഈ നിത്യതയുടെ കാര്യം മാത്രം നീ എന്തിനാ എന്നിൽ നിന്ന് മറച്ചു വെച്ചത്? നീ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിച്ച് നിങ്ങൾക്കൊരു കത്തെഴുതുന്നതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. എന്തുകൊണ്ട് നാം മറ്റുള്ളവരോട് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നില്ല? ഉത്തരം, നമുക്ക് നാണം കെടാനൊന്നും മനസ്സില്ല, അതുകൊണ്ട് പറയുന്നില്ല. അതിന് അങ്ങനെ ക്രിസ്തുവിനെ കുറിച്ചൊക്കെ കൂട്ടുകാരോട് പറഞ്ഞ് അവർ കളിയാക്കുമെന്നേ, അവർ നരകത്തിലേക്ക് പോയിക്കോട്ടെ. അങ്ങനെയല്ല. നമ്മുടെ ബെസ്റ്റ് നമുക്ക് കർത്താവിന് കൊടുക്കാൻ പറ്റണം. നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ പണം, നമുക്ക് പറ്റുന്ന നമ്മുടെ സ്കില്ല് മുഴുവനും കർത്താവിന് വേണ്ടി കൊടുക്കണം. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഫൗണ്ടർ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അദ്ദേഹം രോഗക്കിടക്കയിലാണിപ്പോൾ. കഴിഞ്ഞ 8 വർഷമായിട്ട് കിടക്കയിൽ തന്നെയാണ് ആ മനുഷ്യൻ. കർത്താവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തയാളാണ്. അനേകായിരം പേരെ കർത്താവിലേക്ക് നടത്തിയ വ്യക്തിയാണ്. ഇന്നേക്ക് 50 വർഷങ്ങൾക്ക് മുമ്പ് MBA പഠിച്ച് പാസ്സായി ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി ഒരു കമ്പനിയുടെ മാനേജറായിട്ട് ഇന്നേക്ക് 50 വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം കാറും സ്വന്തം ക്വാർട്ടേഴ്സും സ്വന്തം പരിചാരകം ഉണ്ടായിരുന്ന മനുഷ്യൻ ഒരു ജയിലിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ചർച്ചിലുള്ള ആളുകളുമായിട്ട് ചെന്ന് അവിടെ ഒരു ക്രിസ്മസ് പ്രോഗ്രാം നടത്തിയപ്പോൾ അവിടെ ഇരുന്ന് പരിശുദ്ധാത്മാവ് തന്നോട് പറഞ്ഞു, ഇതാണ് നിൻ്റെ മിനിസ്ട്രി. നേരെ ചെന്ന് റിസൈൻ ചെയ്ത് അദ്ദേഹം വന്ന് മിനിസ്ട്രിക്ക് പോവുകയായിരുന്നു. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം കിടപ്പിലേക്ക് ആയ സമയത്ത് ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ പറഞ്ഞു, സജി, 55 വയസ്സാകുന്നതിന് മുമ്പേ എന്തോരം കർത്താവിന് വേണ്ടി ഓടാമോ അതുപോലെ ഓടിക്കോണം, വിശ്രമമില്ലാതെ നീ ഓടിക്കോണം. അതിന് അങ്ങനെ പറഞ്ഞേ, ഇവിടെ 55 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓടാൻ ആഗ്രഹിച്ചാലും നമുക്ക് പതുക്കെ പതുക്കെ ഒരു പിടി, നമ്മുടെ ശരീരം ചിലപ്പോൾ അത്ര അനുവദിക്കത്തില്ല. പിന്നെ എന്താണെങ്കിലും സ്ലോ ഡൗൺ ചെയ്തേ പറ്റൂ. സ്ലോ ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിലും നമ്മൾ സ്ലോ ആയി പോകും. ഇപ്പം എൻ്റെ അവസ്ഥ കണ്ടോ? എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. എൻ്റെ മനസ്സിൽ ഇപ്പോഴും എനിക്ക് ഊട്ടി നടക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഇച്ചിരിയും കൂടെ ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരിയും കൂടെ ചെയ്യാമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ കിടക്കുന്നത്. അതുകൊണ്ട് കർത്താവിന് വേണ്ടി ചെയ്യാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ചാടി വീണോണം. ഒരവസരവും നഷ്ടപ്പെടുത്തരുത്. അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ആൾക്കാരോട് ചോദിച്ചു നോക്കണം അതിൻ്റെ നിരാശ അറിയണമെങ്കിൽ. ഒരു മിനിറ്റിൻ്റെ വില അറിയണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഓടി ആ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് നിൽക്കുമ്പം ട്രെയിനിൻ്റെ ലാസ്റ്റ് ബോഗി ആ പ്ലാറ്റ്ഫോം കടന്ന് പോകുന്ന കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളോട് ചോദിച്ചാൽ പറഞ്ഞു തരും ഒരു മിനിറ്റിൻ്റെ വില. ഒരു മാസത്തിൻ്റെ വില അറിയണമെങ്കിൽ മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മയോട് ചോദിച്ചു നോക്കിയാൽ പറഞ്ഞു തരും ഒരു മാസത്തിൻ്റെ വില. ഒരു വർഷത്തിൻ്റെ വില അറിയണമെങ്കിൽ പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ പോയി എഴുതി തോറ്റുപോയി ബാക്ക്ലോഗ് കിട്ടിയ കൂട്ടുകാരെല്ലാം കയറി പോയപ്പോൾ താഴെ പോയ ഒരു കൊച്ചിനോട് ചോദിച്ചു നോക്കിയാൽ പറഞ്ഞു തരും ഒരു വർഷത്തിൻ്റെ വില. നഷ്ടങ്ങളുടെ കണക്കറിയണമെങ്കിൽ ചില അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയവരോട് ചോദിക്കണം. ഞാൻ വായിച്ച വായനകളിൽ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു നഷ്ടത്തിൻ്റെ ഒരു സെക്യുലർ വേൾഡിലെ ഒരു സ്റ്റോറിയുണ്ട്. ഈ ആപ്പിൾ എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട്. ആപ്പിളിൻ്റെ ഫോണിന് ഭയങ്കര വിലയാണ്, ആപ്പിളിൻ്റെ കമ്പ്യൂട്ടറിന് ഭയങ്കര വിലയാണ്. ലോകത്താകമാൻ അത് വിൽപ്പന ചെയ്യുന്ന ബില്യൺ കണക്കിന് ടേൺ ഓവറുള്ളൊരു ബിസിനസ്സാണത്. ആ മനുഷ്യൻ സ്റ്റീവ് ജോബ്സ് അദ്ദേഹം ആദ്യം കമ്പ്യൂട്ടർ ഓപ്പറേറ്ററായിട്ട് വർക്കിന് കയറുന്നത് ബുഷ്ണൽ എന്ന പേരുള്ള ഒരു വ്യക്തിയുടെ അറ്റാറി കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ഗെയിം ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കുന്ന ഒരു കമ്പ്യൂട്ടർ കമ്പനിയിൽ ജോലിക്ക് കയറിയതാണ്. ഇയാൾ ഭയങ്കരമായിട്ട് ജോലിയും നല്ല മികച്ച ഇതൊക്കെ നടത്തുന്ന കണ്ട് പ്രൊമോഷൻ കിട്ടി കയറി വന്നു. ഒരു ദിവസം ഈ മനുഷ്യൻ ചെന്ന് ബുഷ്ണലിനോട് പറഞ്ഞു, ഞാൻ ആപ്പിൾ എന്ന പേരിൽ പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. താങ്കൾക്ക് ഞാൻ ഒരു ഓഫർ തരികയാണ്. $50,000 ഇതിൽ നിക്ഷേപിക്കുക. നിക്ഷേപിച്ചാൽ
ഞങ്ങളുടെ കമ്പനിയുടെ 1/3 പ്രോഫിറ്റ് അങ്ങേക്ക് തന്നേക്കാം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ എടാ, നീ എൻ്റെ കമ്പനിയിൽ എൻ്റെ കീഴിൽ ജോലി ചെയ്തവൻ എൻ്റെ ഓഫീസിൽ വന്ന് എന്നോട് നിൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നു. എൻ്റെ ഈഗോ അനുവദിക്കുന്നില്ല, വിട്ടുപോയിക്കോളാൻ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം മരണത്തോടടുത്ത സമയങ്ങളിൽ ഒരു മാധ്യമത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു അയാൾ തന്നെ ഓഫർ നിരസിച്ചത്. അന്ന് ഞാൻ നിരസിക്കാതെ ഈസിയായിട്ട് $50,000 അതിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്നെനിക്ക് 100 ബില്യൺ എനിക്ക് ഉണ്ടായിരുന്നേനെ എന്നൊക്കെ നഷ്ടത്തിൻ്റെ കണക്ക് പറയുന്ന, അതുപോലെ എത്രയോ പേരോട് ചോദിച്ചാൽ പറഞ്ഞു തരുമെന്നറിയാമോ? ഓടിയതൊക്കെ വെറുതെ ആയല്ലോ, കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ നിലവിളിക്കുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട്. അവരോടൊക്കെ സംസാരിച്ചാൽ അവർ നമ്മളോട് പറയും, ആരോഗ്യമുള്ളപ്പോൾ കർത്താവിന് വേണ്ടി എന്തേലും ചെയ്യ, സംസാരിക്കാൻ കഴിവുള്ളപ്പോൾ കർത്താവിനെ കുറിച്ച് സംസാരിക്ക്, യാത്ര ചെയ്യാൻ കഴിവുള്ളപ്പോൾ കർത്താവിന് വേണ്ടി ഓട്, എവിടെയൊക്കെ കർത്താവ് അയക്കുന്നു അവിടെയൊക്കെ ചെന്ന് കർത്താവിനെ കുറിച്ച് സംസാരിക്ക്. കാരണം എത്ര നാൾ ഈ അവസരം ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അരിമത്തിയിലെ യോസേഫ് വൈകിയാണ് അദ്ദേഹത്തിനൊരു തോന്നലുണ്ടായതെങ്കിലും അദ്ദേഹം ചെയ്തൊരു വലിയ പ്രവൃത്തിയായിരുന്നു കേട്ടോ. കാരണം അദ്ദേഹത്തിന് അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, ധൈര്യത്തോടെ പീലാത്തോസിന്റെ അടുത്ത് ചെന്നെന്ന്. അതിന്റെ കാരണം ക്രൂശ് മരണം സാധാരണക്കാർക്ക് കൊടുക്കില്ല, ഏറ്റവും നീച കുറ്റവാളിക്ക് മാത്രം കൊടുക്കുന്നതാണ് ക്രൂശ് മരണം. ക്രൂശ് മരണത്തിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ ഭാവന കാണാൻ പറ്റാത്ത വേദനയാണ്. ഈ കൊച്ചിയിലെ ഹിൽ പാലസിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മൂലയ്ക്ക് ഒരു ഇരുമ്പ് കൂട് വെച്ചിരിക്കുന്നത് കാണാം, രാജാവിൻ്റെ രഥങ്ങളൊക്കെ വെച്ചിരിക്കുന്ന മുറിയുടെ മൂലയ്ക്ക്. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, കൊടും കുറ്റവാളികളെ ഈ ഇരുമ്പ് കൂടിനകത്തിട്ടേച്ച്, ഒരു മനുഷ്യൻ്റെ ഷേപ്പിലാണത്, എന്നിട്ട് മരത്തിൽ തൂക്കിയിടുമായിരുന്നു അത്രേ. ആ മനുഷ്യൻ അവിടെ കിടന്ന് നാവ് വരണ്ട് 1 മാസം 2 മാസം വരെ എടുത്ത് ഇഞ്ചിഞ്ചായിട്ട് മരിക്കുന്ന ഒരു മരണമായിരുന്നു. ക്രൂശിക്കപ്പെടുന്നവരൊന്നും പെട്ടെന്ന് മരിക്കാറില്ല, അവരെ അവിടെ അങ്ങ് ഇട്ടേക്കും. അവരവിടെ കിടന്ന് രക്തം വാർന്ന് നാവ് വറ്റി, പ്രാണികളൊക്കെ ശരീരത്തിൽ വന്ന് കടിക്കുമ്പോൾ കൈ അനക്കാൻ പറ്റില്ല, കാലനക്കാൻ പറ്റില്ല, അങ്ങനെ ഇഞ്ചിഞ്ചായി ദിവസങ്ങൾ എടുത്താണ് മരിക്കാറ്. യോസേഫ് ഓടിച്ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചപ്പോൾ പീലാത്തോസ് അത്ഭുതപ്പെട്ടു. ശതാധിപനെ വിളിച്ചു ചോദിച്ചു, ഇത്രയും പെട്ടെന്ന് മരിച്ചോ? കാരണം യേശുവിനെ അതുപോലെ പുറമൊക്കെ അടിച്ച് കീറി രക്തം മുഴുവനും വാർന്നു പോയ അവസ്ഥയിലാണ് ക്രൂശും ചുമപ്പിച്ച് അവിടം വരെ നടത്തിയത്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു മനുഷ്യനെയും നമ്മൾ കാണുന്നുണ്ട്. അവസരം കിട്ടിയത് കൃത്യമായിട്ട് ഉപയോഗിച്ച ഒരു മനുഷ്യൻ, അയാളുടെ പേരാണ് കുറേനക്കാരനായ ശിമയോൻ. 21-ാമത്തെ വാക്യം, അലക്സണ്ടറിൻ്റെയും രൂഫോസിൻ്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ അവൻ്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു എന്നൊരു വാക്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ മനുഷ്യൻ കുറേനക്കാരനാണ്. കുറേന എന്ന് പറയുന്ന സ്ഥലം ഈജിപ്തിലാണ്. അപ്പോൾ പൊതുവേ ആളുകൾ ഒരുപക്ഷെ വലിയ ശ്രേഷ്ഠനായൊന്നും കാണാത്ത ഒരാൾ എന്നൊക്കെ വേണമെങ്കിൽ പല വ്യാഖ്യാനങ്ങളും ഉണ്ട്. എന്താണെങ്കിലും കൊള്ളാം, സൈന്യത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ കർത്താവ് ക്രൂശും ചുമന്നുകൊണ്ട് പോകുന്ന വഴിക്ക് അവർക്ക് മനസ്സിലായി ചിലപ്പം ക്രൂശീകരണ സ്ഥലം വരെ ചെല്ലത്തില്ല, അതിനു മുമ്പേ മരിക്കും. കാരണം ഈ പുറമൊക്കെ അടിച്ചുഴവുചാലുകൾ പോലെ കീറി മാംസമൊക്കെ പറിച്ചെടുത്തത് കൊണ്ട്, മുഖത്തു നിന്നൊക്കെ രോമങ്ങൾ ഇങ്ങനെ കൊടില് വെച്ച്, അതായത് ഈ കട്ടിങ് ഇത് വെച്ച് പറിച്ചെടുത്തത് കൊണ്ട് മുഖം മുഴുവനും നീര് വന്ന് വീങ്ങി. തലയിലേക്ക് മുൾക്കിരീടം വെച്ചിട്ട് ആ മുൾക്കിരീടത്തിലേക്ക് കോലുകൊണ്ട് ആഞ്ഞടിച്ചപ്പോൾ ആ മുള്ള് തലയോട്ടി തുളച്ചിറങ്ങുന്നത് പോലത്തെ അവസ്ഥയുണ്ടായി. പരിക്ഷീണിതനായ ക്രൂശ് ചുമക്കുമ്പോൾ അല്പം പോലും ചുമക്കാനുള്ള ത്രാണിയില്ലെന്ന് ഇവർക്ക് മനസ്സിലായി. നേരെ അതിലേ പോയി ഒരുത്തനെ വിളിച്ചോണ്ട് വന്നു. അവൻ്റെ 2 മക്കളുടെ പേരിൻ്റെ കൂടെയാണ് ആ പേരിവിടെ എഴുതിയിരിക്കുന്നത്, അലക്സണ്ടറിൻ്റെയും രൂഫോസിൻ്റെയും പിതാവ്. ആ മനുഷ്യനോട് പറഞ്ഞു, നീ ക്രൂശ് ചുമക്ക്. ഒരു മടിയും കൂടാതെ കിട്ടിയ അവസരം ക്രൂശ് ചുമക്കാൻ ആ മനുഷ്യൻ. ക്രൂശ് ചുമക്കുക എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ മുമ്പിൽ ഏറ്റവും വലിയ നിന്ദയാണ്. ക്രൂശ് ചുമന്നവനെന്ന് പറഞ്ഞാൽ പിന്നെ തല ഉയർത്തി നടക്കാൻ പറ്റില്ല. അതുപോലത്തെ വേദനാജനകമായ, അതുപോലത്തെ നിന്ദയായ
ആ വിഷയത്തെ ഒരവസരമായിട്ട് ഈ മനുഷ്യൻ ഉപയോഗിച്ചത് കൊണ്ട് പിന്നത്തേതിൽ റോമാലേഖനം 16 അധ്യായത്തിൽ അതിൻ്റെ 13 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, രൂഫോസിനെ വന്ദനം ചെയ്യണം, അവൻ്റെ അമ്മ എൻ്റെ അമ്മയെപ്പോലെയാണെന്ന് പൗലോസ് എഴുതുക. എന്ന് വെച്ചാൽ അവിടുത്തെ സഭകളുടെ ഒരു ലീഡർഷിപ്പിലേക്ക് ദൈവം ഈ മകനെ ഉയർത്തിയെന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ. ക്രൂശ് ചുമന്നവരാരും കർത്താവ് മാനിക്കാതെ വിട്ടിട്ടില്ല. ഹല്ലേലൂയ. കിട്ടുന്ന അവസരം എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുന്നവരെ നിങ്ങൾ കുറിച്ചിട്ടോ. കർത്താവിന് വേണ്ടി ചെയ്യുന്നതൊന്നിനും പ്രതിഫലമില്ലാതെ പോകയില്ല. എൻ്റെ നാമത്തിൽ ഒരു തുള്ളി വെള്ളം കൊടുത്താൽ, ഒരു പാത്രം തണ്ണീർ കുടിപ്പാൻ കൊടുത്താൽ അതിനും പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞെങ്കിൽ, നീ കർത്താവിന് വേണ്ടി ഒരു വാക്ക് സംസാരിച്ചാൽ, തളർന്ന് ഒരു വ്യക്തിയെ ബലപ്പെടുത്താൻ ഇറങ്ങിത്തിരിച്ചാൽ, ദൈവ വേലയ്ക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ, ദൈവം തമ്പുരാന് വേണ്ടി എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ അത് കുറിച്ചു വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. എണ്ണി എണ്ണി പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട്. അവൻ ആർക്കും കടക്കാരനല്ല. അപ്പനും അമ്മയും ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ ആ തലമുറയെ സ്വർഗത്തിലെ ദൈവം ഏറ്റെടുക്കും. ചില സൗഭാഗ്യങ്ങളെ വേണ്ടെന്ന് വെച്ച് ക്രിസ്തുവിന് വേണ്ടി ചില കാര്യങ്ങളെ ചെയ്താൽ അതിന് 100 മടങ്ങ് പ്രതിഫലം സ്വർഗം കരുതും. ഹല്ലേലൂയ. കിട്ടുന്ന അവസരത്തെ അതുപോലെ കൃത്യമായി ഉപയോഗിച്ച ഒരു മനുഷ്യൻ എന്ന് മാത്രമല്ല, തൻ്റെ ജീവിതത്തിലെ ബെസ്റ്റ് കർത്താവിന് വേണ്ടി കൊടുത്ത മനുഷ്യൻ. അതാണ് അരിമത്തിയിലെ യോസെഫ്. ഇതിനൊരു താഴെ 16 വാക്യത്തിൽ നമ്മൾ കാണുന്നത്, മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിൻ്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടെന്ന് സുഗന്ധവർഗം വാങ്ങി. അപ്പോൾ ചിലർ പറയുന്നത് ശബത്ത് കഴിഞ്ഞതിന് ശേഷം അവർ സുഗന്ധവർഗം വാങ്ങാൻ പോയി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ഞായറാഴ്ച അതികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിക്കൽ നിന്ന് 3-ാം വാക്യം, കല്ലറയുടെ വാതിക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആര് കല്ലുരുട്ടിക്കളയും എന്ന് തമ്മിൽ പറഞ്ഞു. അവർ നോക്കിയാറെ കല്ലുരുട്ടിക്കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ 2-3 സഹോദരിമാർ, അവർ കല്ലറയിലേക്ക് പോകുന്നത് വേറൊന്നിനും വേണ്ടിയല്ല. സാധാരണ യഹൂദന്മാരുടെ രീതി അനുസരിച്ച് ഒരാളെ അടക്കുമ്പോൾ ആ ശരീരത്തിൽ സുഗന്ധവർഗം ഇട്ട് അടക്കുന്ന ഒരു രീതിയുണ്ട്. യേശുവിൻ്റെ ശരീരത്തിൽ സുഗന്ധവർഗം ഇടാനുള്ള സമയമില്ലായിരുന്നു. 3 മണിക്കാണ് ബോഡി ചോദിക്കാൻ പോകുന്നത്. 6 മണിയാകുമ്പോൾ ശബത്ത് തുടങ്ങും. ഒരു വർക്കും ചെയ്യാൻ പറ്റത്തില്ല. ആ ബോഡി താഴെ ഇറക്കി ശീല പൊതിഞ്ഞ് ആ കല്ലറയിലേക്ക് കൊണ്ടുപോയപ്പോഴേക്ക് ശബത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് സുഗന്ധവർഗം വാങ്ങാൻ പോകാനോ സുഗന്ധവർഗം ഇടാനോ ഒന്നിനും സമയം കിട്ടിയില്ല. പക്ഷേ ഈ 3 സഹോദരിമാരെ ഞാൻ ഓർക്കുകയാണ്. 3 ദിവസം കഴിഞ്ഞിട്ട് ആ കല്ലറ തുറക്കണമെന്നും ആ ബോഡിയിൽ ഇതിടണമെന്നും ആഗ്രഹിച്ചപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏതെങ്കിലും ഒരു ബോഡി, എന്തിനേറെ മോർച്ചറിയിൽ ഫ്രീസറിൽ വെച്ച് ഐസ് കട്ട പോലെയാക്കിയ ബോഡി വീട്ടിൽ കൊണ്ടുവന്ന് അടക്കം തുടങ്ങാൻ നേരത്ത് അത് മൊബൈൽ മോർച്ചറിയിൽ നിന്ന് പുറത്തിറക്കി വെച്ചാൽ 1 മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. കാരണം അത് കഴിഞ്ഞാൽ ബോഡിയിൽ നിന്ന് സ്മെല്ല് വരാൻ തുടങ്ങും. അത് ഏത് ശരീരമാണെങ്കിലും അങ്ങനെയാണ്. പെട്ടെന്ന് ഈ ശരീരം സ്മെല്ല് വരാൻ തുടങ്ങും. ഒരു ദിവസം ഫ്രീസ് ചെയ്യാതെ ഒരു ഡെഡ് ബോഡി വെച്ചാൽ പിറ്റേ ദിവസം ആ ഡെഡ് ബോഡി അടുത്തേക്ക് എല്ലാം പറ്റുമോ? 3 ദിവസം ഒരു ഡെഡ് ബോഡി വെച്ചേച്ച് അത് കഴിഞ്ഞ് ആ കല്ലറ തുറന്ന് ആ ഡെഡ് ബോഡിയിലേക്ക് ഈ സുഗന്ധവർഗം ഇടണമെന്ന് പറഞ്ഞാൽ എങ്ങനെ അത് ചെയ്യാൻ പറ്റും? പക്ഷേ ഈ സഹോദരിമാരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല. അവരുടെ മനസ്സ് മുഴുവനും അവരുടെ കർത്താവിനോടുള്ള സ്നേഹം നിറഞ്ഞതുകൊണ്ട് ഡെഡ് ബോഡിയാണ്, നാറ്റം വമിക്കും, കല്ലറയാണ്, ഒറ്റപ്പെട്ട സ്ഥലമാണ്, തോട്ടത്തിൻ്റെ നടുക്കാണ്, നമ്മൾ സ്ത്രീകളാണ്, ഒറ്റപ്പെട്ട സ്ഥലമാണ്, ഭയം, ഇതൊന്നും അവർക്ക് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു.
ക്രിസ്തുവിനോടുള്ള സ്നേഹം അങ്ങോട്ട് ഹൃദയത്തിനകത്ത് നിറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ പ്രതിബന്ധമൊന്നും ഒരു പ്രതിബന്ധവുമല്ല. ഇവരാണെങ്കിൽ ഡെഡ് ബോഡിയിൽ സുഗന്ധവർഗ്ഗം ഇടാനുള്ള ആഗ്രഹത്തിൽ പോയി, പക്ഷേ ഉയർപ്പിൻ്റെ സന്ദേശം അവരുടെ കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ച ചരിത്രമാണ് നമ്മൾ വായിച്ചത്. ഇവർ ചിന്തിച്ചതുപോലെ ഒന്നും ആയിരുന്നില്ല കർത്താവിൻ്റെ തീരുമാനം. 3 ദിവസം കഴിഞ്ഞ് ഡെഡ് ബോഡി കാണാൻ പോകുമ്പോൾ, അതിൽ സുഗന്ധവർഗ്ഗം ഇടാനുള്ള ആഗ്രഹത്തോടെ പോകുമ്പോൾ, ഇവരുടെ മനസ്സിനെ ചിന്തിപ്പിക്കുന്ന ഒരു ഭാരമുണ്ട്. ഏറ്റവും വലിയൊരു കല്ല് ആ കല്ലറയുടെ മുൻപിൽ ഉരുട്ടി വെച്ചിരിക്കുകയാണ്. ആ കല്ലിൽ മിക്കവാറും റോമൻ ഗവൺമെന്റ് സീല് ചെയ്ത് കാണും. ആ കല്ലറ ഒരുപക്ഷെ സീല് ചെയ്ത കല്ലറയായിരിക്കാം. അത്രയും വലിയ കല്ല് ഉരുട്ടി മാറ്റണമെങ്കിൽ ഒത്തിരി ചെറുപ്പക്കാരായ യൗവനക്കാരുടെ ആരോഗ്യം പ്രയോഗിച്ചാലേ പറ്റുള്ളൂ. പക്ഷെ 3 സഹോദരിമാരും കൂടെ തമ്മിൽ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്, ആ കല്ല് നമുക്ക് വേണ്ടി ആര് ഉരുട്ടി മാറ്റും. പക്ഷെ അവരവിടെ ചെല്ലുന്നതിന് മുൻപേ ആ കല്ല് ഉരുട്ടി മാറ്റി ആ കർത്താവ് അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ദൈവപൈതലേ, ആമേൻ, സ്തോത്രം. ഈ വചനത്തിൻ്റെ മുൻപിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാം, ദൈവം നമ്മുടെ ജീവിതത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെ നടക്കും. ആരെനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്നോ ഭീതിയും നിരാശയും ഭാരവും ആ ദൈവസ്ഥനിലേക്ക് വെക്ക്. ആമേൻ. ദൂതൻ ഇറങ്ങി വന്ന കല്ല് നേരത്തെ ഉരുട്ടി മാറ്റിയിരുന്നു. ജീവിതത്തിലെ ചില ഭാരങ്ങളുടെ മുമ്പിൽ, ചില സാഹചര്യങ്ങളുടെ മുമ്പിൽ അടച്ചു വെച്ചിരിക്കുന്ന മുദ്ര ചെയ്ത കല്ലുകൾ ആരെനിക്ക് വേണ്ടി ഉരുട്ടി മാറ്റുമെന്ന ഭാരം ഹൃദയത്തിനകത്ത് കൊണ്ടു നടക്കുന്നവരോട് ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ വചനം പറയുന്നു, നീ എല്ലാ കല്ലുകൾ ഉരുട്ടി മാറ്റുന്നത് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ഈ ഭാരത്തിന് മുൻപേ ദൈവം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, ദൈവം അവിടെ ഒരു പദ്ധതി തയ്യാറാക്കി വെച്ചിരുന്നെങ്കിൽ ഇവർ ഭാരപ്പെടുന്നത് വെറുതെ. കർത്താവിൻ്റെ പദ്ധതി നിങ്ങൾ അവിടെ ചെന്നിട്ട് ദൂതനെ നേരിട്ട് കണ്ട് സംസാരിച്ച് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്ദേശം സ്വീകരിക്കണം. ഇതാ ദൈവത്തിൻ്റെ പ്ലാൻ. ചെങ്കടൽ എത്തുന്നതിന് മുൻപേ, ചെങ്കടലിന് മുമ്പിൽ ചെന്ന് കരയുന്നതിന് മുൻപേ ചെങ്കടലിൻ്റെ നടുവിലൂടെ ഒരു വഴി അവൻ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, കർത്താവിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് അവിടെ ഒരു വഴി ഉണ്ടായിരുന്നുവെങ്കിൽ നീ കരയുന്നത് വെറുതെയാ. പ്രവാചക ശിഷ്യന്റെ ഭാര്യ അവിടെ ചെന്ന് പ്രവാചകന്റെ മുമ്പിൽ ചെന്ന് കരഞ്ഞു പറയുകയാണ്, എൻ്റെ മക്കളെ ഇപ്പോൾ പിടിച്ചോണ്ട് പോകും, എനിക്ക് ജീവിത സംധാനത്തിന് യാതൊരു സാഹചര്യവുമില്ല. പക്ഷെ ദൈവം ഓൾറെഡി അവിടുത്തെ കല്ലുരുട്ടി മാറ്റാൻ തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ട്. അവളുടെ കയ്യിലുള്ളത് എന്താന്ന് ചോദിച്ചപ്പോൾ എണ്ണയാണുള്ളത്. പാത്രങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞു, അതിലേക്ക് പകരാൻ പറഞ്ഞു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ചില ആശങ്കകളൊക്കെ വെറുതെയാ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിനക്ക് സമീപയുള്ളപ്പോൾ, ജീവിതത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അറിയുവാനുള്ള സൗഭാഗ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ, നമ്മുടെ ഭാവിയും നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിതത്തിൽ എന്തു സംഭവിക്കണമെന്നും സ്വർഗമാണ് എഴുതുന്നത്. അതിൻ്റെ പുറകിൽ ആര് കല്ലുരുട്ടി മാറ്റുമെന്ന് ആശങ്കപ്പെടുന്നത് വെറുതെയാണ്. ചില കല്ലുകളെ കണ്ട് ഭാരപ്പെടുന്നതൊക്കെ നിർത്തിക്കോ. ദൈവമാണ് പദ്ധതികളെ തയ്യാറാക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഗുജറാത്തിൽ ചെന്നപ്പം ഒരു മനുഷ്യനോട് സംസാരിച്ചു. ആ മനുഷ്യന് സ്വന്തമായിട്ടൊരു വലിയ ഫാക്ടറി അവിടെ ഉണ്ട്. അവിടെ ചെന്ന് ആ ഫാക്ടറിയൊക്കെ എന്നെ കാണിച്ചു. പക്ഷെ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ പുറകിലൊരു ചരിത്രം അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇവിടെ പോയതാണ് ഗുജറാത്തിൽ. പക്ഷെ അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ ജോലിയൊക്കെ വല്ലാത്ത രീതിയിലായി. എന്തേലും വിധത്തിൽ ജീവിത സന്ധാരണ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻപിൽ ദൈവമായിട്ട് കാണിച്ചു കൊടുത്തൊരു വഴിയാണ്, നിൻ്റെ കയ്യിൽ എന്തുണ്ട്. പുള്ളിക്ക് ആകെ അറിയാവുന്നത്, പുള്ളി പഠിച്ചത് ഇരുമ്പ് ഉരുക്കി ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതാണ് പുള്ളിക്ക് അറിയാവുന്നത്. പുള്ളിയുടെ വീടിനോട് ചേർന്ന് ചെറിയൊരു കുഴിയെടുത്ത് അതിലൊരു ഇതുണ്ടാക്കി ചില കമ്പനികളിൽ ചെന്ന് ചോദിച്ച് അവസാനം നിസ്സാര തുകയ്ക്ക് കോട്ട് ചെയ്ത് അവർക്ക് ഓരോ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി പുള്ളി. അവിടുന്ന് ദൈവം പുള്ളിയെ കൈപിടിച്ച് അപ്പോൾ പുള്ളിയെ പറഞ്ഞതാണ്, ഞാൻ
ഫുൾ സ്റ്റോപ്പ് ഇട്ടിടത്തുനിന്നാണ് ദൈവം എൻ്റെ കൈ പിടിച്ച് ഇത്രത്തോളം കൊണ്ടുവന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആര് കല്ലുരുട്ടി മാറ്റുമോ എന്നൊക്കെ ഭാരപ്പെടുമ്പം തമ്പുരാൻ പറയുക, ഓൾറെഡി ആ കല്ല് ഞാൻ ഉരുട്ടി മാറ്റിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ ദൈവം തീരുമാനിച്ച പിന്നെ നമ്മൾ ഈ ആശങ്കപ്പെടും വെറുതെയാണ്. സ്തോത്രം, ആമേൻ, സ്തോത്രം. എൻ്റെ ജീവിതത്തിലൊരു അനുഭവം ഞാൻ ഓർക്കുകയായിരുന്നു. ഞാൻ MTH പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് PhD ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കുറേ വെല്ലുവിളികളാണ്, കല്ലുകൾ ഒത്തിരി ഉണ്ട് ഉരുട്ടി മാറ്റാൻ. അതിൽ പ്രധാന കാര്യം MG യൂണിവേഴ്സിറ്റിയിലാണ് പരിശ്രമിക്കുന്നത്. ഞാൻ അവരുടെ MPhil ചെയ്തിട്ടില്ല, എനിക്കവിടെ ആരെയും പരിചയമില്ല. ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാൻ പോലും നിവൃത്തിയില്ല. ഇതെങ്ങനെ ആരും ഇതിൻ്റെ എൻട്രൻസ് അറിയത്തില്ല. പക്ഷേ എന്നാലും അതിന് അപേക്ഷിച്ചു. എൻട്രൻസ് എക്സാം എഴുതുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വൈകുന്നേരം എൻ്റെ റൂമിലേക്ക് വരിക. അദ്ദേഹം കയ്യിൽ ഒരു 10-15 പേപ്പറും കൊണ്ടാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 2 സൈക്കോളജിയെ സംബന്ധിച്ചുള്ള എംപിരിക്കൽ മെത്തഡോളജിയെ സംബന്ധിച്ചുള്ള 2 പേപ്പറുകളാണത്. ഞങ്ങൾ 2 പേരും കൂടെ അവിടെ ഇരുന്ന് ആ പേപ്പറിൽ അദ്ദേഹത്തിന് എവിടുന്നോ കിട്ടിയതാണ്. അദ്ദേഹം പറഞ്ഞതും ഞാൻ പറഞ്ഞതും ഇത് വായിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ചർച്ച ചെയ്തു. പിറ്റേ ദിവസം എൻട്രൻസിന് പോയപ്പോൾ 2 essay ക്വസ്റ്റ്യൻ ചോദിച്ചത് 2ഉം ആ മനുഷ്യൻ്റെ കയ്യിലെ പേപ്പറുകളുണ്ടായിരുന്നതായിരുന്നു. അപ്പം ഞാൻ ഓർത്തു, ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് കിട്ടില്ല. ഞാൻ ചുമ്മാ ആശങ്കപ്പെട്ടു. ഞാൻ അവിടെ പോയി MPhil പഠിച്ചിട്ടില്ല, അവിടെ ആരും എനിക്കറിയത്തില്ല, ഏത് ക്വസ്റ്റ്യൻ അറിയത്തില്ല, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ എന്നൊക്കെ പറഞ്ഞിരുന്നപ്പം സ്വർഗത്തിലെ ദൈവം മേളിൽ നിന്ന് എഴുതി വെച്ചിരുന്നു, കർത്താവ് കല്ല് പണ്ടേ ഉരുട്ടി മാറ്റിക്കളഞ്ഞിരുന്നു. നിന്റെ ജീവിതത്തെക്കുറിച്ച്, നിന്റെ ഭാവിയെക്കുറിച്ച്, ആമേൻ, നിന്റെ വരുമാന മാർഗങ്ങളെക്കുറിച്ച്, നിന്റെ തലമുറകളെക്കുറിച്ച് ചില കല്ലുകൾ കണ്ടിട്ട് ആരെനിക്ക് വേണ്ടി ഇത് ഉരുട്ടി മാറ്റുമെന്ന് ഭാരപ്പെടുമ്പോൾ ഇന്ന് പകൽ ഈ വചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, തമ്പുരാൻ നേരത്തെ അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നേരത്തെ ചിലത് കുറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദൈവവൈദ്യൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ നിയന്ത്രണം ആ കരങ്ങളിലാണ്. എന്തു സംഭവിക്കണമെന്ന് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഉയർപ്പിൻ്റെ സന്ദേശം ഇതാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. Hallelujah. God will make a way where there seems to be no way. അതിന്റെ മലയാളമുണ്ട്, വഴി തുറന്നിടും ദൈവം, വഴി തുറന്നിടും. അതിൻ്റെ ബാക്കി എനിക്ക് മലയാളത്തിൽ വരി അറിയത്തില്ല, പക്ഷെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, He works in ways we cannot see. He will make a way for me. God will make a way. എന്ന് വെച്ചാൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് വെച്ച് വഴിയില്ലെന്ന് അർത്ഥം പറയരുത്. ഒരു മനുഷ്യൻ പോയി വിതച്ചേച്ച് വന്നു, എന്നിട്ട് കർത്താവ് പറയുക, ഈ വിതച്ചേച്ച് വന്ന മനുഷ്യൻ അവൻ ഉറങ്ങിയും എഴുന്നേറ്റും ഉറങ്ങിയും എഴുന്നേറ്റും ജീവിച്ചതിൻ്റെ ഇടയ്ക്ക് ആ വിത്തുകൾ മുളച്ചു വന്നതുപോലെയാകുന്നു ദൈവരാജ്യം. വിതച്ചയാള് തിരിച്ച് ചെന്ന് രാത്രി ആ വിതച്ച വിത്തിന്റെ മേളിലേക്ക് ടോർച്ചടിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിതച്ചേച്ച് തിരിച്ചു വന്ന മനുഷ്യൻ അവിടെ ചെന്ന ഓരോ വിത്തിനെയും പാട്ട് പഠിക്കേപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് മുളയ്ക്കുന്നതും ഇയാളുടെ എഫേർട്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് മുളയ്ക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി മാത്രമാണ്. നമ്മളെക്കുറിച്ചുള്ള പ്ലാനുകൾ ദൈവത്തിൻ്റെ പ്ലാനുകൾ മാത്രമാണ്. നമ്മൾ ചിന്തിക്കുന്നതല്ല, ദൈവം ചിന്തിക്കുന്നത് മാത്രമാണ്. നമ്മൾ പ്ലാൻ ചെയ്യുന്നതല്ല, സ്വർഗം പ്ലാൻ ചെയ്യുന്നത് മാത്രമാണ് നടക്കേണ്ടത്. ഹല്ലേലൂയ. ആരെനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും എന്ന് നിരാശപ്പെട്ട് ഭാരപ്പെട്ട് പോയപ്പോൾ ഇവരറിയുന്നില്ല, ഓൾറെഡി ദൂതൻ ആ കല്ലൊക്കെ ഉരുട്ടി മാറ്റി. റോമൻ ഗവൺമെൻറ്റിൻ്റെ മുദ്ര പൊട്ടിച്ചാൽ അടുത്തത് തടവാണ് ശിക്ഷ. ഒരു മനുഷ്യനത് പൊട്ടിക്കാൻ അവകാശമില്ലായിരിക്കാം, അധികാരമില്ലായിരിക്കാം. പക്ഷെ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നെന്ന് തൊട്ടതേ കല്ലങ്ങോട്ട് ഉരുണ്ടു മാറി. ഒരു മുദ്രയും അവിടെ നിൽക്കത്തില്ല ദൂതൻ ഇറങ്ങിയാൽ. ആമേൻ, സ്തോത്രം. വിരോധവും പ്രതികൂലവുമായി എഴുതിയ എഴുത്തിനെ ക്രൂശിൽ വെച്ച് നീക്കിക്കളഞ്ഞ്, അതിനെ മായിച്ചു കളഞ്ഞ് നമുക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറന്ന നാഥൻ ഇന്ന് പകൽ നമ്മുടെ അരികിൽ വന്നിട്ട് പറയുന്നു, ഒരു മുദ്രയും നീ പേടിക്കണ്ട. ആമേൻ. ഒരു പേപ്പറിൽ സീലടിച്ചതല്ല നിന്റെ ഭയമാകേണ്ടത്. ഹല്ലേലൂയ. അവയൊന്നും അല്ല നീ ഭാരപ്പെടേണ്ടത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിന്റെ കൂടെയുണ്ടെന്നാണ് നീ വിശ്വസിക്കേണ്ടത്.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇഷ്ടംപോലെ അനുഭവങ്ങളുള്ളവരാണ് ഇതിനകത്തിരിക്കുന്നത് എന്നെനിക്കറിയാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വഴി ഇവിടെ വെച്ച് തീർന്നു എന്ന് വിചാരിക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിനോടനുബന്ധിച്ച് ഒരു സാക്ഷ്യം കൂടെ പറയാം. ഞാൻ ബിഹേവിയറൽ സയൻസസിൽ MG യൂണിവേഴ്സിറ്റി പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞ് എൻ്റെ ഓർഡർ ഇറങ്ങത്തില്ല. ഓർഡർ ഇറങ്ങാൻ ഒരാൾ തടസ്സം പിടിച്ച് നിൽക്കുക. അവിടുത്തെ രജിസ്ട്രാർ അയാൾ പറയുന്നത് MTH വെച്ചാണ് കയറിയിരിക്കുന്നത്, അത് പറ്റത്തില്ല. ഞാനതിൻ്റെ പേപ്പർ വർക്ക് എല്ലാം ചെയ്ത്, ഇയാൾ സമ്മതിക്കില്ല, പിടിച്ചു വെച്ച് പുള്ളി റിലീസ് ചെയ്യത്തില്ല. ഓർഡർ ഇറങ്ങിയാലേ എനിക്ക് റിസർച്ച് തുടങ്ങാൻ പറ്റത്തില്ല, ഓർഡർ ഇറക്കത്തില്ല. ഞാനെന്തോ ചെയ്യും? ഇയാളെടുത്ത് പോയിട്ട് കാര്യമുണ്ടോ? ഒരിക്കലും നടക്കാത്ത ഒരു കാര്യം. എൻ്റെ ഗൈഡ് വൈസ് ചാൻസലർ റൂമിൽ നേരിട്ട് ചെന്ന് ഇവർ തമ്മിൽ സംസാരിക്കുമെന്ന് എൻ്റെ സ്വപ്നത്തിൽ ഞാൻ വിചാരിച്ചില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നീട് ഒരിക്കൽ എൻ്റെ ഗൈഡ് എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എന്നെ ഗൈഡ് ചെയ്യുന്ന ആളുടെ കീഴിൽ എത്രയോ ആളുകളുണ്ട്, എനിക്ക് വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ ഗൈഡും അന്നത്തെ ജാൻസി ജെയിംസ് എന്ന് പറയുന്ന വൈസ് ചാൻസലറും തമ്മിൽ അത്രയും അടുപ്പമുണ്ടെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. എനിക്ക് വേണ്ടി അവിടെ ചെന്നെന്ന് മാത്രമല്ല, എനിക്ക് വേണ്ടി MG യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ഒരു സ്പെഷ്യൽ ഓർഡർ ഇറക്കി എന്ന് പറഞ്ഞാൽ ആർക്ക് വിശ്വസിക്കാൻ പറ്റും? അതാ ഞാൻ പറഞ്ഞേ, ഒരു കല്ല് നീ ഉരുട്ടി മാറ്റണ്ട. ദൈവം അവിടെ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തമ്പുരാൻ അങ്ങ് ഉരുട്ടി മാറ്റിക്കോളും. തമ്പുരാൻ മുന്നിൽ നടന്നു പോകുമ്പോൾ നീ വഴിയില്ലെന്നും പറഞ്ഞ് കരയണ്ട. നിന്റെ മുൻപിൽ തമ്പുരാൻ നടക്കുന്ന പാതകളെ നോക്കി ആ വഴികളിലൂടെ നീ അങ്ങോട്ട് നടന്നാ മതി. വഴിയില്ലാത്തിടത്ത് അവൻ നിനക്ക് വേണ്ടി വഴി തുറന്നിടും. ഹല്ലേലൂയ. വഴി തുറക്കും. വിദ്യാഭ്യാസ സംബന്ധമായി വഴിയെ സംബന്ധിച്ച് ഭാരപ്പെടുന്നവർ ഇതിന് നടുവിലിരിപ്പുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാ, നീ പ്രാർത്ഥിച്ചാ മതി, തമ്പുരാൻ വഴി തുറക്കും. ഹല്ലേലൂയ. അപ്പോൾ അവര് അവിടെ ചെന്നു. ഒരിക്കലും ചിന്തിക്കാത്തതുപോലെ അവിടെ കല്ലുരുട്ടി മാറ്റിയെന്ന് മാത്രമല്ല, അവിടെ ഒരു ദൂതൻ ഇരിക്കുന്നു. അപ്പോൾ ആ ദൂതൻ അവരോട് പറയുന്ന ഒരു സെൻറ്റൻസ് ഇതാണ്: അവൻ ഇവിടെയില്ല, അവനെ വെച്ച സ്ഥലം ഇതാ, അവൻ ഉയർത്തെഴുന്നേറ്റു. 7-ാം വാക്യം, നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറവീൻ. അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണും എന്ന് പറവീൻ എന്ന് പറഞ്ഞു. ഉയർപ്പിൻ്റെ കൂട്ടത്തിൽ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം വേറൊന്നുമല്ല, നിങ്ങളത് പോയി പറയുവീൻ. അതാണ് സന്ദേശം. ഒരിക്കലൊരു വലിയ കത്തീഡ്രലിൻ്റെ മുമ്പിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും ഇതെല്ലാം കൂടെ ചിത്രീകരിക്കുന്ന കുറേ ചിത്രങ്ങൾ ഇങ്ങനെ ചുമരിലിങ്ങനെ തറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായ പെയിൻറ്റിംഗ് ആണത്. അപ്പോൾ ഒരു മനുഷ്യൻ ആ പെയിൻറ്റിംഗ് എല്ലാം ഇങ്ങനെ കണ്ട് ആസ്വദിക്കുമ്പോൾ ചർച്ചിൻ്റെ അകത്തുനിന്ന് സൺഡേ സ്കൂള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിൽ ഒരാളായ ഒരു കൊച്ചു പെൺകുട്ടി അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. അന്നാണ് അവൾ യേശുവിൻ്റെ ക്രൂശീകരണമൊക്കെ പഠിച്ച ദിവസം. അപ്പോൾ അവൾ ഈ മനുഷ്യൻ ഈ ചിത്രങ്ങളൊക്കെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് തോന്നി പുള്ളിക്ക് ഇതൊന്നും അറിയത്തില്ലെന്ന്. കാരണം അവളിന്ന് പഠിച്ചതല്ലേ. അപ്പോൾ കൊച്ചു പെൺകുട്ടി എന്ന് അങ്കിളിനോട് പറഞ്ഞു, അങ്കിൾ ഈ ചിത്രമില്ലേ, ഇതെന്ന് പറയുന്നത് യഹൂദന്മാരാണ്, ഇവരാണ് യേശുവിനെ ഉപദ്രവിച്ചത്. അപ്പോൾ ഇയാൾ വിചാരിച്ചു, ഓക്കെ കൊച്ചെന്നെ പഠിപ്പിക്കുകയല്ലേ, എന്നാൽ ആയിക്കോട്ടെ, ഒരു രസത്തിന് അങ്ങ് കേട്ടിരുന്നു. അപ്പോൾ ഇവള് പറഞ്ഞു, അങ്കിൾ ഇങ്ങോട്ട് വന്ന് ഇത് കണ്ടോ, ഈ പടയാളികളാണ് യേശുവിനെ ചാട്ടമാണ്. ആ ചാട്ടാന്ന് പറഞ്ഞു എങ്ങനെയാണെന്നറിയാമോ, നോക്കിക്കേ, ഇതുപോലെയാണ് അതുപോലെയാണ്, ഇതെല്ലാം വിശദീകരിച്ചു. വീണ്ടും ആ മനുഷ്യൻ കൈകെട്ടി അവിടെ നിന്ന് അത് കേട്ടു. ശരി കഴിഞ്ഞ് ഇവള് പറഞ്ഞു, താണ്ട് ഇത് കണ്ടോ, ക്രൂശ് ചുമന്നോട്ട് പോകുന്ന ചിത്രം കണ്ടോ, ഈ ക്രൂശിലാണ്, ദേ ഇപ്പുറത്തൊരു ചിത്രമുണ്ട്, ഇവിടെ യേശുക്രിസ്തുവിനെ തറച്ചതേ, ഇത് കണ്ടോ, ഈ കല്ലറയിലാണ് അടക്കിയത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, താങ്ക് യു മോളെ, ഇത്രയും എനിക്ക് വിശദീകരിച്ച് തന്നല്ലോ എന്ന് പറഞ്ഞ് പതുക്കെ ആ സ്റ്റെപ്പ് ഇറങ്ങി ആ മനുഷ്യൻ അങ്ങ് പോകുമ്പോൾ ഈ കൊച്ച് പുറകിൽ നിന്ന് കൈകൊട്ടി വിളിച്ചു, അങ്കിളെ സ്റ്റോപ്പ്, നിൽക്ക്. 3-ാം ദിവസം യേശുക്രിസ്തു ആ കല്ലറയെ പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റു കേട്ടോ. അപ്പോളേ സന്ദേശം പൂർത്തിയായുള്ളൂ.
ഹല്ലേലൂയ. മരിച്ചു മൺമറഞ്ഞു പോയ ഗുരുക്കന്മാരെ ഒത്തിരി നമ്മൾ കണ്ടിട്ടുണ്ട്. മരിച്ചു മൺമറഞ്ഞ് ഇഹലോകം വിട്ടുപോയ ഒത്തിരി തത്വചിന്തകന്മാരെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അവരെ പോലെയല്ല എൻ്റെ യേശു മരിച്ചിട്ട് അടക്കപ്പെടുക മാത്രമല്ല, 3-ാം ദിവസം കല്ലറയെ ഭേദിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. എൻ്റെ യേശു ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇന്നും പലസ്തീനിൽ ചെന്ന ആളുകൾ കാണുന്നുണ്ട് തുറന്നു കിടക്കുന്ന കല്ലറ. അത് കണ്ട പലരും ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റു. ദൂതൻ പറയുകയാണ്, നിങ്ങളിത് പോയി വിളിച്ചു പറയുവീൻ. അന്ധകാരത്തിൽ കിടക്കുന്ന പലരും ഈ ഉയർപ്പിന്റെ സന്ദേശം കേൾക്കട്ടെ. സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന കുടുംബങ്ങൾ ഈ സന്ദേശം കേട്ട് വിടുതൽ പ്രാപിക്കട്ടെ. പാപത്തിന്റെ കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ചില വീടുകൾ ഈ സന്ദേശം കേട്ട് രക്ഷ പ്രാപിക്കട്ടെ. ഈ ഉയർപ്പിന്റെ സന്ദേശം വിളിച്ചു പറയാനുള്ളതാണ്. അതാണ് പത്രോസ് പറഞ്ഞത്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ഞങ്ങളുടെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാണ്. ക്രൂശിൻ്റെ സാക്ഷികൾ, ഉയർപ്പിൻ്റെ സാക്ഷികൾ. അതുകൊണ്ട് ഇത് വിളിച്ചു പറയാൻ ഒന്നും തടസ്സമാകരുത്. നമ്മളെ സൈലൻ്റ് ആക്കാൻ ആർക്കും പറ്റില്ല. കാരണം ഉയർപ്പിനെ കണ്ടവർ, കല്ലറ തുറന്നു കിടക്കുന്നത് കണ്ടവരെ തടഞ്ഞു നിർക്കാൻ ആർക്കും പറ്റില്ല. ഹല്ലേലൂയ. കാരണം ഇത് കണ്ടാൽ വിളിച്ചു പറയാൻ തോന്നും. അപ്പോസ്തലനായ പൗലോസ് ഈ ക്രിസ്തുവിനെ കണ്ടു. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, എനിക്ക് ഇനി അടങ്ങിയിരിക്കാൻ പറ്റില്ല, ഞാൻ കാണുന്നവരോടെല്ലാം വിളിച്ചു പറയും. ആ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ഞാൻ ക്രിസ്തുവിനെ കണ്ടു. ഹല്ലേലൂയ. എൻ്റെ അരികിൽ ഇറങ്ങി വന്ന യേശുവിനെ ഞാൻ കണ്ടു. എൻ്റെ പാപ അന്ധകാരത്തിലേക്ക് പ്രകാശമായി വന്ന യേശുവിനെ ഞാൻ കണ്ടു. പ്രതീക്ഷ നഷ്ടപ്പെട്ട എൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വിതറിയ യേശുവിനെ ഞാൻ അനുഭവിച്ചു. ഈ യേശുവിനെ നിങ്ങളും അറിയണം. ഇത് വിളിച്ചു പറയാനുള്ള സമർപ്പണമാണ് ഉയർപ്പിൻ്റെ സന്ദേശം. കാരാഗ്രഹത്തിൻ്റെ അകത്തും ആ ശിഷ്യന്മാർ പാടി ആരാധിച്ചതിൻ്റെ കാരണം ഉയർപ്പിൻ്റെ സന്ദേശത്തെ കാരാഗ്രഹം കൊണ്ടൊന്നും ഒതുക്കാൻ പറ്റൂല. വിളിച്ചുകൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കും. കാരാഗ്രഹത്തിനകത്ത് ഭൂകമ്പം ഉണ്ടായിട്ട് ചങ്ങല പൊട്ടിയപ്പോൾ അവരാദ്യം പറഞ്ഞത് കാരാഗ്രഹ പ്രമാണിയോട്, കർത്താവോ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ ഉയർപ്പിൻ്റെ സന്ദേശം നമ്മുടെ സാക്ഷ്യമാകട്ടെ ദൈവമക്കളെ. അരിമത്യക്കാരൻ യോസേഫ് മരണശേഷം ഉണർന്ന് പ്രവർത്തിച്ച ശിഷ്യനാണ്. താൻ ചെയ്തത് ഒരു ഭയവും കൂടാതെ പിലാത്തോസിൻ്റെ അടുക്കലേക്ക് കയറി ചെല്ലുകയാണ് ചെയ്തത്. താൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന തീരുമാനം. ഇതാണ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും മഹത്തായിട്ട് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയത്. ആരൊക്കെയാണ് തൻ്റെ പശ്ചാത്തലം എന്തൊക്കെയാണെന്ന് വന്നാലും തനിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ക്രിസ്തുവിന് വേണ്ടി കൊടുക്കാൻ ഈ മനുഷ്യൻ തയ്യാറായി. ആ കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ക്രൂശീകരിക്കപ്പെട്ടതിന് ശേഷമാണ് ഈ മനുഷ്യൻ ആകർഷിക്കപ്പെടുന്നത്. സ്തോത്രം. ആ ക്രൂശ് ഒത്തിരി പേരിലേക്ക് വെളിച്ചം പകരുന്ന ഒരു ലൈറ്റ് ഹൗസാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകർന്നതാണ്. ആര് കല്ലുരുട്ടി മാറ്റുമെന്ന് ഭാരപ്പെട്ടു പോയ അവരോട് പറയാനുള്ള സന്ദേശം, നിങ്ങളുടെ ഭാരം അസ്ഥാനത്താ, വെറുതെയാ. അവൻ ഉയർത്തെഴുന്നേറ്റു. ആ കല്ല് പണ്ടേ ഉരുട്ടി മാറ്റി. ദൈവത്തിൻ്റെ പദ്ധതിയാണ് നടക്കേണ്ടത്. നമ്മുടെ ആശങ്കകൾക്ക് ഒരു സാധ്യതയുമില്ല അവിടെ. നമ്മുടെ ജീവിതം, നമ്മുടെ ഭാവി, നമുക്കുള്ള സകലവും അതിലൊക്കെ ദൈവത്തിന് എഴുതിയ ഒരു പദ്ധതിയും പ്ലാനും ഉണ്ട്. അതാണ് നടക്കുക. സ്തോത്രം. അവിടെ ചെന്ന ഈ സഹോദരിമാരോട് ഉയർപ്പിൻ്റെ സന്ദേശം ഇതാണ്, നിങ്ങൾ പോയി പറയുവീൻ. ഇത് പറയുന്നവരാകാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവത്തിന് എഴുന്നേറ്റ് നിൽക്കാം, ഒരു ഗാനം ചേർന്ന് പാടുകയും നമ്മുടെ കർത്താവിനെ ആരാധിക്കുകയും ചെയ്യും.